അപ്പോൾ ചിലന്തിയാർ വാട്ടർഫാൾസ്, ടൈഗർ കേവ് ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വരാം കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഒരു കാപ്പിയുടെ ഒരു മരം കണ്ട്, അപ്പോൾ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ കുറേ ഏലക്ക, അതുപോലെ ഇഞ്ചി, അങ്ങനെ ഒരുപാട് കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് ബാക്ക് സീറ്റ് ഇട്ടിട്ട്, ബാക്ക് സീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല കുറുക്കം, അതുപോലെ നല്ല പൊടിയൊക്കെ കണ്ണിലേക്ക് വരും കേട്ടോ. ഒരു മാസ്ക് ഉണ്ടെങ്കിൽ മാസ്ക് ഒക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ ബെറ്റർ ആയിരിക്കും. അത്രയ്ക്ക് പൊടിയാണ്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരുപാട് പൊടി അടിക്കുന്നുണ്ട്. അതുപോലെ റോഡൊക്കെ ഒരുപാട് കോൺക്രീറ്റ് റോഡുകളാണ്. കാരണം പാറപ്പുറത്തൊന്നും ഈ ടാറിട്ട് നമുക്ക് റോഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കുറേ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ റോഡും പൊട്ടിയിട്ടുള്ള റോഡും അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാട്ടുതീയൊക്കെ വന്നിട്ട് ഒരുപാട് കാടൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കരിയും ചാരൊക്കെ എല്ലാത്തിൻ്റെയും പൊടി കുറച്ചുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് മരങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയതെന്ന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. അതൊക്കെ വളരെ കുറച്ച് ഏരിയകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതൽ സ്ഥലങ്ങളും നല്ല പച്ചപ്പ്, നല്ല ഭംഗിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ മലയുടെ ടോപ്പൊക്കെ നമ്മൾ താഴെ നിൽക്കുമ്പോഴേ ദൂരത്തുനിന്ന് കാണാൻ പറ്റും. ഇതാണ് അടുത്ത സ്പോട്ട്. ഇത് ഭയങ്കര രസമായിട്ട് ഇത് കാണാൻ. കാരണം ആ കൃഷിയുടെ രീതിയാണ് ഇതിൽ ഏറ്റവും രസം. ഇങ്ങനെ തട്ടായിട്ട് മലയുടെ ചെരുവിൽ തട്ടായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയാട്ടോ. അതുപോലെ ഒരു റിസോർട്ടാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഇത്രയും ഹൈറ്റിലാണ് ഇവിടെ, അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അതുപോലെ കുറേ നമ്മുടെ സാധാ കാറും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ എങ്ങനെ ഈ റൂട്ടിലൂടെ വന്നെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കിട്ടില്ല സംഭവം കേട്ടോ. അങ്ങനെ ആ സ്പോട്ട് കണ്ടു കഴിഞ്ഞ് പിന്നെ അടുത്ത് പോയത് ഒരു പൂന്തോട്ടത്തിലേക്കാട്ടോ. പൂന്തോട്ടത്തിൽ നമുക്ക് പൂവൊക്കെ പറിച്ചെടുക്കാം. വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലമാണെങ്കിൽ നമുക്ക് ഏത് കൃഷി സ്ഥലമാണെങ്കിലും നമുക്ക് അവിടുന്ന് അവർ പറിക്കാനായിരിക്കും. വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലമാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇതളൊക്കെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ പ്ലാസ്റ്റിക് പൂ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു സ്കൂളാട്ടോ, ഒരു ചെറിയൊരു സ്കൂൾ, LP സ്കൂളൊക്കെ ആയിരിക്കും. അതേ ഗവൺമെൻറ് LP സ്കൂളാണ്. അപ്പോൾ ഇവിടുത്തെ പൂക്കളുടെ പ്രത്യേക ഒരു പ്ലാസ്റ്റിക് ഷേപ്പാണ് ഇതിൻ്റെ ഇതളെന്ന് പറയുന്നത്. ഒരു 3-4 മാസമൊക്കെ നമുക്ക് വാടാതെ നിൽക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഒരു 3-4 മാസമൊക്കെ സുഖമായിട്ട് വെക്കാം. അതുപോലെ ഇത് അവിടുന്ന് കണ്ടൊരു പഴമാണ്, ഒരു ചെറിയൊരു മഞ്ഞപ്പഴം, നമ്മുടെ ബെറീസൊക്കെ പോലെ. ഇതവിടെ ചോദിച്ചപ്പോൾ കാട്ടുമുന്തിരി എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് റാസ്ബെറി, അതുപോലെ നമ്മുടെ സ്ട്രോബെറി ഇല്ലേ, ബെറീസ് പെട്ട എന്തെങ്കിലുമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ആ പൂന്തോട്ടം. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓപ്പണായിട്ട് ഇതിൽ പറിക്കാനൊക്കെ സമ്മതിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതളൊക്കെ പ്ലാസ്റ്റിക് പോലെയാണ്. ഞങ്ങൾ കുറേ പറിച്ചു. ഇപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് ഒരു 3-4 മാസമൊക്കെ സുഖമായിട്ട് നിൽക്കും. നല്ല ഭംഗിയായിട്ടത് കാണാൻ, ഈ പൂവൊക്കെ കാണാൻ. അങ്ങനെ ഇത്രയും കാഴ്ചകളാണ് ഞങ്ങളിവിടെ കണ്ടത്. ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്.